തിരുവനന്തപുരത്ത് ലൈഫ് മിഷൻ ഭവന പദ്ധതി വഴി ലഭിച്ച വീട് ജപ്തി ചെയ്തു എന്നൊരു വാർത്തയിലേക്കാണ് നമ്മൾ പോകുന്നത്. ഉഴമലക്കൽ സ്വദേശി വിനോദിന്റെ വീടാണ് ഇപ്പോൾ ജപ്തി ചെയ്തത്. സ്കൂൾ കുട്ടികളടക്കം 5 സ്ത്രീകൾ ഇപ്പോൾ പെരുവഴിയിലായിട്ടുണ്ട്. കുട്ടികളുടെ പാഠപുസ്തകങ്ങളും വസ്ത്രങ്ങളും പോലും പുറത്തെടുക്കാൻ സാവകാശം നൽകിയില്ലെന്നും പരാതി. ലൈഫ് മിഷൻ ഭവന പദ്ധതിയിൽ നിന്ന് ലഭിച്ച തുക തികയാതെ ആയതോടെ 3.5 ലക്ഷം സ്വകാര്യ ബാങ്കിൽ നിന്ന് ലോൺ എടുത്തിരുന്നു. ഇതിൽ 50,000 രൂപ മടക്കി അടച്ചുവെന്നും ജീവിതം വഴിമുട്ടിയപ്പോഴാണ് തിരിച്ചടവ് മുടങ്ങിയതെന്നും കുടുംബം പറയുന്നു. ഗോപാൽ ഷീല സനലുണ്ട് ഇപ്പോൾ സ്ഥലത്തവർക്കൊപ്പം. ഗോപാൽ, എന്താണ് അവർ പറയുന്നത്? എന്താണ് ആ കുട്ടികളുടെയും രക്ഷിതാക്കളുടെയും അവസ്ഥ? ഡോക്ടർ അരുൺ, അങ്ങേയറ്റം ദാരുണമായ ഒരു അവസ്ഥയിലാണ് അവരുള്ളത്. അവർ എങ്ങോട്ട് പോകണം, ഈ രാത്രിയിൽ എന്ത് ചെയ്യണം എന്ന കാര്യത്തിൽ യാതൊരു വ്യക്തതയുമില്ലാതെ ആ വീട്ടിൽ അവർ ഇത്ര ദിവസവും താമസിച്ചിരുന്ന അതേ വീട്ടിന്റെ പടിയിൽ തന്നെ ഇരിക്കുകയാണ്. നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കും. 5 സ്ത്രീകളാണ് ഈ വീട്ടിലുള്ളത്. തിരുവനന്തപുരം ഉഴമലക്കൽ ചക്രപാണിപുരം എന്ന സ്ഥലത്തുള്ള വിനോദ് എന്നയാളുടെ വീടാണിത്. ലൈഫ് മിഷൻ വഴി കിട്ടിയ തുക വെച്ചാണ് ഈ വീട് വെച്ചത്. 2017-18 കാലഘട്ടത്തിലായിരുന്നു ഈ വീട് ഇവർക്ക് അനുവദിച്ചത്. എന്നാൽ ലൈഫ് മിഷൻ വഴി ലഭിച്ച തുക വീടിന് തികയാതായതോടുകൂടി ഇവർ 3.5 ലക്ഷം രൂപ മുത്തൂറ്റ് ഹൗസിംഗ് ഫിനാൻസിൽ നിന്നും ലോൺ എടുക്കുകയായിരുന്നു. കാരണം 4 ലക്ഷം രൂപ കിട്ടിയെങ്കിലും ഇവിടെ ഈ വീട് നിൽക്കുന്ന 3 സെന്റിൽ നിന്നും താഴെ റോഡിലേക്ക് നല്ല ദൂരമുണ്ട്. അപ്പോൾ ഈ സാധനങ്ങൾ ചുമന്നു കയറ്റുന്നതിന്റെ ചുമട്ടുകൂലിയായി മാത്രം വലിയൊരു തുക ആയി. അതുകൊണ്ട് തന്നെ ഇവരുടെ വീടും വസ്തുവും വീട് വെക്കുന്നതിന് വേണ്ടി വീണ്ടും പണം എടുക്കേണ്ട സ്ഥിതി വന്നു. അത്തരത്തിൽ 2.5 വർഷം മുൻപാണ് ഇവർ 3.5 ലക്ഷം രൂപ മുത്തൂറ്റ് ഹൗസിംഗ് ഫിനാൻസിൽ നിന്നും ലോൺ എടുത്തത്. അതിൽ 50,000 രൂപ ഇവർ തിരിച്ചടച്ചു. പിന്നീട് ചില പ്രശ്നങ്ങൾ മൂലം, അതായത് ഈ വീടിന്റെ ഗൃഹനാഥനായ വിനോദും ഇവിടുത്തെ ഗൃഹനാഥയായിട്ടുള്ള ഓമനയും, അവർക്ക് രണ്ടുപേരും വലിയ ആരോഗ്യ പ്രശ്നങ്ങളുള്ള ആൾക്കാരാണ്. അതുകൊണ്ട് തന്നെ തിരിച്ചടവ് മുടങ്ങി. തുടർന്ന് 3-4 തവണ ജപ്തി നോട്ടീസ് അടച്ചു. ഒടുവിൽ ഇന്ന് വൈകുന്നേരം 2:30 ഉച്ചയ്ക്ക് 2:30 ബാങ്ക് അധികൃതരും പോലീസ് ഉദ്യോഗസ്ഥരും എത്തി ഈ വീട് ജപ്തി ചെയ്യുകയായിരുന്നു. ബാക്കി കാര്യം അവരോട് തന്നെ നമുക്ക് ചോദിച്ചറിയാം. അമ്മേ, ഇന്ന് എന്താണ് സംഭവിച്ചത്? അവർ പോലീസുകാരും എല്ലാവരും കൂടെ ഇവിടെ വന്നിരുന്നുകൊണ്ട് എന്തൊക്കെ ജപ്തി ചെയ്തിട്ട് പോയി. അപ്പോ അമ്മ ഈ ജപ്തി ചെയ്യുന്ന സമയത്ത് വീട്ടിലുണ്ടായിരുന്നോ? ഇല്ല, ഞാനൊരു കടയിൽ നിന്ന് എന്റെ മോൻ വിളിച്ച് പറഞ്ഞു. അവിടെ നിന്നാണ് ഞാൻ ഇവിടെ വന്നപ്പോൾ അവരെല്ലാം കഴിഞ്ഞു. അതിൻ്റെ അകത്ത് നിൽക്കുന്ന വീട്ടിൻ്റെ അകത്ത് 3-4 പേരൊക്കെ നിൽപ്പുണ്ടായിരുന്നു. അങ്ങനെ അവരെല്ലാം അലമാരി, ഫ്രിഡ്ജ് എല്ലാം തുറന്നൊക്കെ നോക്കി എല്ലാം എന്തൊക്കെ അവർ ചെയ്ത്. എനിക്ക് നടക്കാനൊന്നും പറ്റത്തില്ല, കാലും വയ്യ, കയ്യും വയ്യ. BP ഒക്കെ വന്നിട്ട് 7 വർഷം വരെയായി കിടപ്പായിരുന്നു. ഇപ്പൊ തിരിച്ചൊക്കെ പറ്റും. അതുകൊണ്ടാണ് ഈ അഴിച്ച് നടക്കുന്നത്. ഒരു കടയിൽ പോയി ഇത്തിരി വല്ലതൊക്കെ കൂടെ ചെയ്ത് കൊടുക്കുമായിരുന്നു. അങ്ങനെ വല്ലതൊക്കെ കിട്ടും. അതിനെ കൊണ്ടാണ് നമ്മളൊക്കെ കഴിഞ്ഞു പോണത്. 2 പിള്ളേർ പഠിക്കാനുണ്ട്. ഇനി ഒരു മോളുണ്ടായിക്കേ, ഇതെന്റെ മരുമോള്. ഇതിനൊക്കെ ഞാൻ പോണതും കാര്യങ്ങളും ഒക്കെ ചെയ്യും. അവരുടെ അടുത്ത് നല്ലപോലെ പറഞ്ഞ് നിങ്ങൾ ചെയ്യില്ലേ, ഞങ്ങൾ അടയ്ക്കാന്ന് പറഞ്ഞിട്ടൊക്കെ അവർ കേട്ടില്ല. അവർ അങ്ങ് അടച്ചിട്ട് അവർ എല്ലാം ഫീസൊക്കെ ഊരിയിട്ടങ്ങ് പോയി. വീട്ടിനുള്ളിലാണോ നമ്മുടെ എല്ലാ സാധനങ്ങളും? സാധനവും വീട്ടിലാണ് കിടക്കുന്നത്. എല്ലാം ഞാനാണെങ്കിൽ സ്പ്രേ ആണ് അടിക്കുന്നത്. ഗോപാല, മക്കൾ എത്ര ക്ലാസ്സുകളിലാണ് പഠിക്കുന്നത്? അവരോടൊന്ന് ചോദിക്കും. അവരുടെ പാഠപുസ്തകങ്ങളൊക്കെ ഈ വീടിനുള്ളിലാണോ? സ്പ്രേ ആണ് അടിക്കുന്നത്. അതെ, 9ാം ക്ലാസ്സിലും 12ാം ക്ലാസ്സിലും പഠിക്കുന്ന 2 കുട്ടികളാണുള്ളത്. ആ മക്കൾ സ്കൂളിൽ നിന്ന് വരുമ്പോഴാണ് ഇവർ ഇത്ര ദിവസവും താമസിച്ച വീടിന് താഴിട്ട് സീൽ വെച്ച ഒരു സ്ഥിതി ഉണ്ടാകുന്നത്. മക്കൾ സ്കൂളിൽ നിന്ന് വന്നപ്പോഴാണോ ഇത് അറിയുന്നത്? ഞാൻ സ്കൂളിൽ നിന്നപ്പോഴാണ് അറിയുന്നത്. ഇങ്ങനെ ചെയ്തിങ്ങനെ അച്ചാമ്മയുടെ കടയിൽ ഞാൻ പോയിരുന്നു. അപ്പോഴമ്മയും അച്ചാമ്മയോടെ അവിടെ കടയിലുണ്ടായിരുന്നു. അപ്പം പറഞ്ഞാണ് ഞാൻ അറിഞ്ഞത് ഇങ്ങനെ വീടിങ്ങനെ പൂട്ടിയ കാര്യം, ജപ്തി ചെയ്ത കാര്യം. നമ്മുടെ പാഠപുസ്തകങ്ങളും വസ്ത്രങ്ങളും എല്ലാം വീടിനകത്താണോ? എല്ലാം അതിന്റെ അകത്താണ്. എന്റെ ബുക്കും കാര്യങ്ങളെല്ലാം അവിടെയാണ്, വസ്ത്രങ്ങളും എല്ലാ കാര്യങ്ങളും. ഇപ്പോ മാറി ഉടുക്കാൻ വസ്ത്രമില്ലാത്ത അവസ്ഥയാണ്. അതെ, മാറിയെടുക്കാൻ വസ്ത്രമില്ലാത്ത അവസ്ഥയാണ് ഇപ്പോ. ഇനിയിപ്പോ നാളെ സ്കൂളിൽ പോകണമെങ്കിൽ എന്ത് ചെയ്യും? അതിനി ഇത് എങ്ങനെയും സഹായിച്ച് ഇത്തിരി തുറന്നാൽ മാത്രമേ എന്റെ ബുക്കും കാര്യങ്ങളും എല്ലാം എടുക്കാൻ സാധിക്കുള്ളൂ. അതുപോലെ എന്റെ അനിയത്തി 9ലാണ് ഇപ്പോൾ പഠിക്കുന്നത്. നാളെ ട്യൂഷൻ കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം ബുക്കും കാര്യങ്ങളെല്ലാം അതിനകത്താണ്. ഇനി പഠിക്കാനും അയാലും വെളിച്ചം എല്ലാം വേണം. ഫ്യൂസ് എല്ലാം ഊരിയിട്ടേക്കാണ് ഇപ്പോൾ.